ഇന്ന് അടുക്കളയിൽ സഹായിക്കാൻ നമ്മുടെ അനുമോളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ നിൽക്കുകയാണ് അടുക്കളയിൽ. ഭയങ്കര എന്താ ഒരു സന്തോഷകരമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർ നേരത്തെ ഈ പിണക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ സീസണിലും അവസാന മൊമെൻറ്റ്സ് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ടൈമൊക്കെയാണ്. ഇവിടെ ഇപ്പോഴും അടിയും ബഹളമൊക്കെയാണ്. എന്തായാലും ആദിൽ വരുന്നുണ്ട്. ആദിൽ വരുമ്പോൾ തന്നെ നമ്മുടെ അനീഷേട്ടൻ ഒരു ചപ്പാത്തി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് മിണ്ടാതെ അവിടെ ഇരിക്കുക, നിനക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തന്നതെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം നാദിൽ ചോദിക്കുകയാണ്, എനിക്ക് ഫെയിം കണ്ടിട്ടാണോ എനിക്കിത് തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അനുമോൾ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. നമ്മുടെ അനുമോൾക്കിട്ടുള്ള ഒരു കുത്താണത്. അപ്പം അനീഷേട്ടൻ പറയണം അവിടെ മിണ്ടാതിരിക്കുക. അപ്പം നെവിനും അതേപോലെ പറയണം, മിണ്ടാതിരിക്കുക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തുന്നത്, കുത്തൽ നിർത്ത്, എനിക്ക് അനുമോളുടെ അടുത്ത് പാവം തോന്നി തുടങ്ങി എന്ന് പറയുന്നുണ്ട് നെവിൻ. അതിലേക്ക് നൂറയ്ക്കും ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഇപ്പോഴും അങ്ങനെ തോന്നുന്നില്ല. എപ്പോഴൊക്കെ കുത്താൻ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ അനുമോളെ ഇട്ട് കുത്തുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്തെല്ലാം അനുമോളുടെ അടുത്ത് ഇതേ രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെയിം കണ്ടിട്ടാണോ മിണ്ടുന്നത്, ഇവളുടെ ഫേക്ക് ഡ്രാമയിൽ നീ വീണോ നെവിനെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഷാനവാസിക്കയും ഇതുപോലെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് എന്തോ പറയുന്ന സമയത്ത് ഷാനവാസിക്കയും ഇവർ തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ നാറത്തുള്ളൂ. കാരണം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഭയങ്കരമായിട്ട് അനുവിനെ ബുള്ളി ചെയ്യുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലരുടെയും മനസ്സലിഞ്ഞ് അനുവിനോട് അവർ മിണ്ടുന്നുണ്ട്. പക്ഷേ ആദില നൂറ ഇപ്പോഴും മനസ്സിൽ അവർ പറഞ്ഞ ഒരു തെറ്റ് അവർ മറച്ചു വെച്ചിട്ട് അനു പറഞ്ഞ വാക്കിനെ പിടിച്ചിട്ടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് തന്നെ വിനയാവും. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം.